ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇൻകം വൗച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്പെൻസ് വൗച്ചേഴ്സ് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം അതിനുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് വൗച്ചേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് റെക്കോർഡ്സ് ഓപ്ഷനിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. റെക്കോർഡ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഇൻകം വൗച്ചറും എക്സ്പെൻസ് വൗച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും. സോ ഇൻകം വൗച്ചറിൻ്റെ ആണ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകം വൗച്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡേറ്റ്സ് കാണിക്കും. ഈ ഡേറ്റിൽ എന്തൊക്കെ ഇൻകമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് 1 മന്തിലേ വേണ്ടിയെന്നുണ്ടെങ്കിൽ 1 മന്ത് ഡേറ്റ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുകയാണ്. ആ ഒരു 1 മന്തിലെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതെല്ലാം നമുക്ക് ലില്ലി, ധൃതി ഇവരെല്ലാം കമ്മീഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ക്യാഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ കമ്മീഷൻ. ഇനി എക്സ്പോർട്ട് ടു എക്സൽ ഷീറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ടു എക്സൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം വൗച്ചറിൻ്റെ പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അത് എക്സ്പോർട്ട് ആവും. അതേപോലെ തന്നെയാണ് എക്സ്പെൻസ് വൗച്ചേഴ്സും. എന്തൊക്കെ എക്സ്പെൻസ് ആണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് എക്സ്പെൻസ് വൗച്ചറിൽ അവൈലബിൾ ആണ്. എക്സ്പെൻസ് വൗച്ചർ സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റിൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് ആണെന്ന് കാണിക്കും. റെന്റ്, സ്റ്റോപ്പ് ടാക്സ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എക്സ്പെൻസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്പെൻസ് വൗച്ചേഴ്സ്. ഇനി ഇത് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് എക്സൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് എക്സ്പോർട്ട് എക്സൽ കൊടുക്കുക, എക്സ്പെൻസ് വൗച്ചർ എക്സ്പെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്പെൻസും അതുപോലെ ഇൻകം വൗച്ചറും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.